ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസുർ റാബിയ അഷറ, 14-ാമത്തെ പാഠം. അപ്പോൾ എല്ലാ പാഠം പോലെ തുടക്കത്തിൽ സംഭാഷണമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അൽ ഫിത്തിയത്തു, യുവാക്കൾ. അപ്പോൾ ഒരു കൂട്ടം യുവാക്കളുണ്ട്. അൽ ഫിത്തിയത്തു, യുവാക്കൾ ബഹുവചനാണ്. അതിൻ്റെ ഏകവചനം അൽ ഫത്ത. ഓക്കെ, അൽ ഫത്ത, യുവാവ്. അതിൻ്റെ പുല്ലിംഗം ബഹുവചനാണ് അൽ ഫിത്തിയത്തു, യുവാക്കൾ. അസ്സലാമു അലൈക്കും, അപ്പോൾ ഹാമിദുൻ. വ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു, അപ്പോൾ ഹാമിദ് പറയാം. അപ്പോൾ അഹദുൽ ഫിത്തിയത്തി, ഒരു യുവാവ്. അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഒരു യുവാവ് പറയാം. കൈഫ ഹാലുക്ക യാ അമ്മി, അല്ലയോ എൻ്റെ അമ്മി, നിനക്കെങ്ങനെയുണ്ട്. അപ്പോൾ അമ്മെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉപ്പൻ്റെ സഹോദരനാണ്. അമ്മി എന്ന് പറഞ്ഞിട്ട് യാ മുത്തക്കല്ലിം ചേർത്തിയ എൻ്റെ ഉപ്പൻ്റെ സഹോദരൻ. യാ അമ്മി എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ്, അല്ലയോ എൻ്റെ ഉപ്പൻ്റെ സഹോദര. അപ്പോൾ ഇവിടെ ഹാലുക്ക പുല്ലിംഗായതുകൊണ്ട്, ഉപ്പൻ്റെ സഹോദരൻ പുരുഷനായതുകൊണ്ട് ഹാലുക്ക. അപ്പം നമ്മൾ മലയാളത്തിൽ സാധാരണ നിങ്ങൾ എന്നാണ് പറയുക, പക്ഷേ അറബി ഭാഷയിൽ കാ എന്നാണ് പറയാം. കും എന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെയും ബഹുമാനത്തോടെ പറയാം. പക്ഷേ സാധാരണഗതിയിൽ എഴുതിയും പറയുകയൊക്കെ ചെയ്യുക കാ വെച്ചിട്ടാണ്, ഏകവചനം. അതേസമയം നിങ്ങൾ മുകളിൽ തുടക്കം നോക്കൂ, അസ്സലാമു അലൈക്കും, കുമ്മാണ് ബഹുവചനം. പക്ഷെ അത് കുട്ടിയോടായാലും താഴെയുള്ളവരായാലും മുതിർന്നവരായാലും എല്ലാം അസ്സലാമു അലൈക്കും എന്നാണ് അറബി ഭാഷയിൽ പറയാം. പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ മലയാളത്തിൽ ബഹുമാനത്തോടെ ബഹുവചനം പറയുന്ന നിങ്ങൾ എന്ന് പറയുന്ന അറബിയിൽ സാധാരണ ഏകവചനം കാ പറയുക, കുമ്മ് പറയാറില്ല. അപ്പോൾ ഒരു യുവാക്കളിൽ ഒരാൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ ഉപ്പൻ്റെ സഹോദര. ഹാമിദുൻ അന ബി ഖൈർ വൽഹംദുലില്ലാ, എനിക്ക് സുഖാണ് അൽഹംദുലില്ലാ. അന മുബ്തദഉൻ മർഫൂൻ ബി ഹർഫു ജർ, ഖൈർ ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഇപ്പോൾ രണ്ടാമത്തെ ഇനം ഖബർ. വ ഹർഫു അത്തഫ്, അൽഹംദു മുബ്തദഉൻ മർഫൂൻ, ലില്ലാഹി ലാം ഹർഫു ജർ, അല്ലാഹി ഇസ്മുൽ ജലാല ഇസ്മു മജ്റൂർ, ജാർ വ മജ്റൂർ, ശിബു ജുംല ഖബർ. ഈ വാക്യത്തിലും ഖബർ രണ്ടാമത്തെ ഇനം ഖബർ. കൈഫ ഹാലുക്കും, അപ്പോൾ ഹാമിദാണ് ഇവിടെ അമ്മുൻ, ഉപ്പൻ്റെ സഹോദരൻ. ഓക്കെ, അപ്പോൾ ഉപ്പൻ്റെ സഹോദരനോട് ചോദിച്ചതാണ് എങ്ങനെയുണ്ട്. അപ്പോൾ ഉപ്പൻ്റെ സഹോദരൻ തിരിച്ച് ചോദിക്കുകയാണ് യുവാക്കളോട്, കൈഫ ഹാലുക്കും. കാരണം അവിടെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ കൈഫ ഹാലുക്കും, കാൻ്റെ ബഹുവചനായ കും എന്നപ്പം പറയാം, കുറേ പേരുള്ളതുകൊണ്ട്. മൻ അന്തും, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്. അപ്പോൾ അന്തൻ്റെ ബഹുവചനാണ്, നീ എന്ന് പറയുന്നതിൻ്റെ ബഹുവചനാണ് അന്തും, നിങ്ങൾ എന്ന് പറയാൻ. അഹദുഹും, അപ്പോൾ അവരിലെ ഒരാൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ യുവാക്കളിലെ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അഹദുൽ ഫിത്തിയത്തി, അവരിലെ ഒരാൾ എന്ന് പറയാൻ അഹദുഹും. നഹ്നു അബ്നാ ഉദ്ദോക്തോറി മൂസ, ഞങ്ങൾ ഡോക്ടർ മൂസയുടെ മക്കളാണ്. ഓക്കെ, അപ്പോൾ നഹ്നു മുബ്തദഉൻ മർഫൂൻ, അബ്നാഉ ഖബർ, വഹുവ മുലാഫ്, അദ്ദക്തോറി മുലാഫിലെ മജ്റൂർ, കാരണം ഡോക്ടറുടെ മക്കൾ. മൂസ, എന്താ മൂസ, ഡോക്ടർ തന്നെയാണ് മൂസ. ഇത് രണ്ടാളും ഒരേ ആളാണ്. ഡോക്ടർ വേറെ ആൾ, മൂസ വേറെ ആളല്ല. ഡോക്ടർ മൂസ എന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെയാണ് മൂസ, മൂസ തന്നെയാണ് ഡോക്ടർ. അപ്പോൾ ഇവിടെ മൂസ എന്താ, ഡോക്ടറിൻ്റെ ബദലാണ്. അപ്പോൾ ഇങ്ങനെയും ബദൽ വരാം. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഉദാഹരണമാണ് ബദലിൻ്റെ. നമ്മൾ ഇതുവരെ പഠിച്ചത് ഇസ്മു ഇഷാരക്ക് ശേഷം ഹാദ, ഹാദിഹി, ഹാ ഉലായി, ഉലായിക്ക, ദാലിക്ക, തിൽക്ക എന്നീ അസ്മാഉൽ ഇഷാര, ഇതിന് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നാൽ അത് ബദലാണെന്ന്. ഇനി ഇങ്ങനെയും ബദൽ വരാം. എങ്ങനെ, അദ്ദോക്തോറു മൂസ, കാരണം ആ ഡോക്ടറിൻ്റെ ബദലാണ് മൂസ, ഡോക്ടർ തന്നെയാണ് മൂസ. ഓക്കെ, അപ്പോൾ ഡോക്ടർ എന്തുകൊണ്ട് മുലാഫിലയായി, കാരണം ഇത് ഡോക്ടറുടെ
മക്കൾ എന്ന. ഇനി മൂസ എന്താണ് ഡോക്ടർ ഇസ്മു മജ്റൂർ ആയതുകൊണ്ട് മുലാഫിലെ മജ്റൂർ ആയതുകൊണ്ട് കസറാണ് മുലാഫിലെ മജ്റൂർ. അപ്പോൾ മൂസ എന്താണ് കസറാണ്. പക്ഷെ ഇവിടെ നമ്മൾ മൂസ എന്ന് പറയുന്നത് അത് ഇൻഷാ അല്ലാ ഇങ്ങനത്തെ പേരുകൾ നമ്മൾ ഇൻഷാ അല്ലാ പിന്നെ പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഹാമിദ് അഹ്ലൻ വസഹലൻ വ മർഹബൻ, ഇത് സ്വാഗതം എന്ന് പറയാൻ വേണ്ടിയിട്ട് അറബിയിൽ പറയുന്നതാണ്. മർഹബൻ വെൽക്കം, അഹ്ലൻ വസഹലൻ. അബൂക്കും സിദ്ദീഖി, നിങ്ങളുടെ ബാപ്പ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഹാമിദ് പറയാണ് നിങ്ങളുടെ ബാപ്പ എൻ്റെ സ്നേഹിതനാണ്. അബു മുബ്തദഉൻ മർഫൂഉൻ വഹുവ മുലാഫ്, കും മുലാഫിലെ മജ്റൂർ, സദീഖുൻ ഖബറു ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ആദ്യത്തെ ഖബർ, വഹുവ മുലാഫ്, യാ മുതകല്ലിം മുലാഫിലെ മജ്റൂർ. ഐന അമ്മുക്കും അഷേഖ് ഈസ, നിങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ ഷേഖ് ഈസ എവിടെ എന്ന് ഹാമിദ് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഉപ്പയുടെ സഹോദരനാണിത് ഹാമിദ്. അപ്പോൾ ഹാമിദ് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരൻ ഉപ്പയുടെ സഹോദരൻ ഷേഖ് ഈസ എവിടെയെന്ന്. ഓക്കെ, അഹദുഹും, അപ്പോൾ അവരിൽ ഒരാൾ പറയാം ഹുവ മരീദുൻ, അദ്ദേഹത്തിന് രോഗമാണ്. ഹുവ മുബ്തദഉൻ മർഫൂൻ, മരീദുൻ ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഹുവ അലാൻ ഫിൽ മുസ്തഷ്ഫ, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലാണ്. മുസ്തഷ്ഫ എന്ന് പറഞ്ഞാൽ ആശുപത്രി. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ അൽ ആന ലർഫ്. ഇവിടെ സെൻറ്റൻസ് പൂർത്തിയാകുന്നില്ല, അപ്പോൾ ലർഫ് ഖബർ എന്ന് പറയൂല. ഫിൽ മുസ്തഷ്ഫയാണ് ഖബർ, രണ്ടാമത്തെ ഇനം ഖബർ. ഫി ഹർഫുജർ, അൽ മുസ്തഷ്ഫ ഇസ്മ മജ്റൂർ, ജാറും മജ്റൂർ, ശിബ് ജുംല ഖബർ. ഈ മുസ്തഷ്ഫ ഇൻഷാ അല്ലാ ഇങ്ങനത്തെ പദങ്ങൾ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ ഇത് ഇസ്മ മജ്റൂർ ആകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് മുസ്തഷ്ഫ. അതേപോലെ നേരത്തെ അദ്ദക്തോരി മൂസ എന്ന അലിഫ് വെച്ചിട്ട് പറയുന്നു കസറിൻ്റെ അടുത്ത് എന്നത് നമ്മൾ ഇൻഷാ അല്ലാ പിന്നെ പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഹാമിദുൻ ഷഫാഹുല്ല, അദ്ദേഹത്തിനല്ല ഷിഫ നൽകട്ടെ, ശമനം നൽകട്ടെ. അപ്പോൾ ഷഫ ഒരു ക്രിയയാണ്, ഷഫ ക്രിയയാണ്. പിന്നെ ആരാണ് ഷിഫ നൽകേണ്ടത്? അള്ളാഹു. അപ്പോൾ ആര് എന്ന് ചോദിക്കുമ്പോൾ ക്രിയക്ക് ചോദിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനെ കിട്ടുക, ഫായിൽ. ഓക്കെ, അപ്പോൾ ആരാണ് ഷിഫ നൽകേണ്ടത്? അള്ളാഹു. അപ്പോൾ ഫായിൽ അള്ളാഹു ആണ്, കർത്താവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടയാളം എന്തിരിക്കണം? മർഫു ആയിരിക്കണം. നമുക്കറിയാം ഫായിൽ എപ്പോഴും മർഫു ആണ്. അള്ളാഹു ഇസ്മുൽ ജലാല മർഫു. അള്ളാഹു ശമനം നൽകട്ടെ അദ്ദേഹത്തിന്, ആ അദ്ദേഹത്തിനാണ് ആ ഹു, ഷഫാഹു. അപ്പോൾ അദ്ദേഹത്തിനാണ് ഇവിടെ മഫൂലും ബിഹി. മഫൂലും ബിഹി നമ്മൾ ഇൻഷാ അല്ലാ ബുക്ക് 2 വിശദമായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ചില ജുംലക്ക് ഫീലും ഫായിലും മാത്രമല്ല. ഇപ്പോൾ ഇവിടെ ഫീല് ഷഫ ആണ്, അള്ളാഹു ഇസ്മുൽ ജലാല ഫായിലാണ്, അതിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ഹു എന്തായി? മഫൂലും ബിഹിയായി. അപ്പോൾ ആർക്കാണ് ശമനം നൽകുന്നത്? അദ്ദേഹത്തിന് ശമനം നൽകട്ടെ. കാരണം ഇവിടെ രോഗി എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ദ്വാരക്കാണ് ഷഫാഹുല്ല, അദ്ദേഹത്തിന് അള്ളാഹു രോഗം നൽകട്ടെ. അപ്പോൾ ചില ക്രിയകളിൽ മഫൂലും ബിഹി വരും. അത് നമ്മൾ ഇൻഷാ അല്ലാ വിശദമായിട്ട് നമ്മൾ ബുക്ക് 2 പഠിക്കും. ഇത്ര മാത്രം ഇപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, മറക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ബുക്ക് 2 നമ്മൾ വിശദമായി പഠിക്കും. ഓർക്കേണ്ടത് ഈ ഫീലിൻ്റെ കൂടെ, ഇപ്പോൾ ഒരു മാലിയായ ഫീലാണ് ഷഫ, ആ ഫീലിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ചേർന്നാൽ ആ ലമീർ മുത്തസിലായിരിക്കും മഫൂലും ബിഹി. ബാറക്കല്ലാഹു ഫീക്കും. ഫീലിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ഹു ആണ് ഇവിടെ ചേർന്നത്. നമുക്കറിയാം ലമീർ മുത്തസിലാണ് ഹു. ആ ഫീലിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ചേർന്നാൽ അതെന്തായിരിക്കും? അതായിരിക്കും മഫൂലും ബിഹി. മൻ ഹാദിഹി തിഫ്ലത്തു അല്ലത്തി മയക്കും, നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ആരാണ്? അപ്പം തിഫ്ലു എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, തിഫ്ലത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. ശിശു എന്ന് പറയൂലേ, തിഫ്ലുൻ ആൺകുട്ടി പെൺകുട്ടി ചെറിയ കുട്ടികൾ.
അപ്പോൾ മൻ ഹാസിഹി തിഫ്ലത്തു, അപ്പോൾ ഹാസിഹി എന്ന ഇസ്മു ഇഷാരയ്ക്ക് ശേഷം അലിഫ്ലാമുള്ള ഇസ്മു വന്നാൽ ഈ കുട്ടി, ഈ പെൺകുട്ടി, അല്ലത്തി മയക്കും യാതൊരുവൾ നിങ്ങളുടെ കൂടെ, മഅ കൂടെ, കും നിങ്ങൾ, അപ്പോൾ മയക്കും നിങ്ങളുടെ കൂടെ, അല്ലത്തി യാതൊരുവൾ, അപ്പോൾ നമ്മളെങ്ങനെ കൂട്ടി പറയാം, നിങ്ങളുടെ കൂടെയുള്ള ഈ കുട്ടി ആരാണ്? അഹദുഹും, അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു ഹിയ ഉഖ്തുന, നമ്മുടെ സഹോദരിയാണ് അവൾ. ഹിയ മുബ്തദഉൻ മർഫൂൻ, ഉഖ്തു ഖബർ വഹുവ മുലാഫ്, ലമീർ മുത്തസിൽ ന മുലാഫിലെ മജ്റൂർ. നമുക്കറിയാം ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അതെന്താണ്? മുലാഫിലെ മജ്റൂറാണ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ലമീർ മുത്തസിൽ ഫീലിനോട് ചേർന്നപ്പം മഫൂലും ബിഹി. ഇവിടെ ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നപ്പം, ലമീർ മുത്തസിൽ ന ഇസ്മിനോട് ചേർന്നപ്പം അത് മുലാഫിലെ മജ്റൂർ. ഇത് മനപ്പാടായിരിക്കണം. ലമീർ മുത്തസിൽ ഫീലിനോട് ചേർന്നാൽ അത് മഫൂലും ബിഹി ആയിരിക്കും. ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നാൽ അത് മുലാഫിലെ മജ്റൂറായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഉഖ്തുൻ സിസ്റ്റർ, ഓക്കെ, ഉഖ്തുൻ സിസ്റ്റർ, അഹുൻ ബ്രദർ. ഹാമിദുൻ മസ്മുഹ, അവളുടെ പേരെന്താണ്? അപ്പോൾ പെണ്ണായോണ്ട് ഹ, ആണാണെങ്കിലോ ഹു, അവൻ്റെ പേരെന്തെങ്കിലും ചോദിക്കുക മസ്മുഹു. പെണ്ണായോണ്ട് മസ്മുഹ, അവളുടെ പേരെന്താണ്? അഹദുഹും, അവരിൽ ഒരാൾ പറഞ്ഞു, മറുപടി പറഞ്ഞെന്താ? ഇസ്മുഹ ലൈല, അവളുടെ പേര് ലൈല എന്നാണ്. അപ്പോൾ ഇസ്മു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, ഹ മുലാഫിലെ മജ്റൂർ. കാരണം ഇസ്മിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ചേർന്നാൽ അതെന്താണ്? മുലാഫിലെ മജ്റൂർ. ലൈല ഖബറുൻ, ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. അപ്പോൾ ഇങ്ങനത്തെ പദങ്ങൾ ലൈല, മൂസ, മുസ്തഷ്ഫ, ഓക്കെ, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ പഠിക്കും. അതിൻ്റെ അവസാനത്തിൽ വരുന്ന പുള്ളിയില്ലാത്ത യ, അത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. പുള്ളിയില്ലാത്ത യ ആണ് ഇവിടെയൊക്കെ, അത് അലിഫാണ്. അപ്പോൾ ലൈല എന്നാണ് വായിക്കുക. ലൈല, മുസ്തഷ്ഫ, മുസ്തഷ്ഫ, പിന്നെ മൂസ, ഇതൊക്കെ പുള്ളിയില്ലാത്ത യാ എന്താണ്? അലിഫാണ്. അപ്പോൾ മൂസ, മുസ്തഷ്ഫ, ലൈല, അങ്ങനെയാണ് നമ്മൾ വായിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഹാമിദുൻ ഐന ബൈത്തുക്കുമുൽ ജദീദു, നിങ്ങളുടെ പുതിയ വീടെവിടെ? ഐന ബൈത്തുക്കുമുൽ ജദീദു, നിങ്ങളുടെ പുതിയ വീടെവിടെ? അഹദുഹും, അവരിൽ ഒരാൾ മറുപടി പറഞ്ഞു ബൈത്തുനൽ ജദീദു കരീബും മിനൽ മത്താർ, എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ പുതിയ വീട്. നമ്മുടെ പുതിയ വീട് എയർപോർട്ടിൻ്റെ അടുത്താണ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ബൈത്തു മുബ്തദഉൻ മർഫൂൻ വഹുവ മുലാഫ്, നാ മുലാഫിലെ മജ്റൂർ. ഓക്കെ, ഈ ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർന്നൊന്നും ഖബറല്ല കേട്ടോ, നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ഇസ്മിൻ്റെ കൂടെ ലമീർ മുത്തസിൽ ചേർന്നാൽ അത് മുലാഫിലെ മജ്റൂറാണ്, ഖബറല്ല. പിന്നെ അൽ ജദീദു എന്ന് വരികയാണ്. അപ്പോൾ എന്താണ്? ആ വീടിനെ വിശേഷിപ്പിക്കുകയാണ്. ഓക്കെ, കാരണം ലമീർ മുത്തസിൽ ഇസ്മിനോട് ചേർത്ത് എഴുതണം, എന്നിട്ടേ നഹത്തിന് വരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ബൈത്തുനൽ ജദീദു എന്ന് പറയുന്നത്. കാരണം വീടിനെ വിശേഷിപ്പിക്കണ്ടേ. അപ്പോൾ പുതിയ വീട്, പിന്നെ നമ്മുടെ പുതിയ വീട് എന്നും പറയണം. അപ്പോൾ നമ്മുടെ വീട് എന്ന് എഴുതിയിട്ടേ നഹത്ത് എഴുതാൻ പറ്റുള്ളൂ, അൽ ജദീദു. അപ്പോൾ നമ്മുടെ പുതിയ വീട് കരീബുൻ, അടുത്താണ്. അപ്പോൾ അതാണ് ഖബർ. മിനൽ മത്താർ ഹർഫുജർ, ഇസ്മു മജ്റൂർ, ജാർമ മജ്റൂർ, ഷിബു ജുംല, അതിനെ ഖബർ എന്ന് പറയൂല. ഓക്കെ, മിനൽ മത്താറി, മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്, മത്താർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട്. അപ്പോൾ ഇവിടെ ബൈത്തു മുബ്തദഉൻ മർഫൂൻ, അപ്പോൾ മുബ്തദ ബൈത്ത് മർഫൂ ആണ്. അപ്പോൾ അതിനെ വിശേഷിപ്പിക്കുന്ന അൽ ജദീദു എന്തായിരിക്കണം? മർഫൂ ആയിരിക്കണം. കാരണം നമുക്കറിയാം നഅത്തും മന്നൂത്തും പിൻപറ്റണം. ഇവിടെ ബൈത്തു ആണ് മന്നൂത്ത്, നഅത്ത് വിശേഷണം അൽ ജദീദ്, വീടിനെ വിശേഷിപ്പിക്കുന്ന ജദീദ് പുതിയത് നഅത്താണ്.
അപ്പോൾ ബൈത്തു മുബത്തദ ആയതുകൊണ്ട് മർഫു ആയി. അപ്പോൾ ജദീദും എന്തായിരിക്കണം? മർഫു ആയിരിക്കണം. പിന്നെ ജദീദിന് എന്താ അലിഫ്ലാം ഇട്ടേ? കാരണം ബൈത്തു മുബത്തദവും മർഫൂവിനാണ്. മുബത്തദ എപ്പോഴും മൈരിഫയാണ്. പക്ഷെ മുലാഫ് ആയതുകൊണ്ട് അലിഫ്ലാം ഇല്ല. നമുക്കറിയാം മുലാഫിന് അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ബൈത്തു എന്താ? ശരിക്ക് മൈരിഫൻ്റെ സ്ഥാനത്താണ്, അലിഫ്ലാം ഇല്ലെങ്കിലും. എന്തുകൊണ്ട് അലിഫ്ലാം ഇല്ല? മുലാഫാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ബൈത്തു അലിഫ്ലാമുള്ള അതിൻ്റെ സ്ഥാനത്തായതുകൊണ്ട് പക്ഷെ എഴുതൂല. പക്ഷെ ജദീദിന് നമ്മൾ എഴുതണം അൽ ജദീദു. ഓക്കെ, അലിഫ്ലാം ഇടണം, എന്നാലേ ശരിയാവുള്ളൂ. ഇവിടെ ജദീദ് മുലാഫല്ല. മുലാഫ് അല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ എന്തായാലും അലിഫ്ലാം ഇടണം. ബൈത്തു മുലാഫ് ആയതുകൊണ്ടാണ് അലിഫ്ലാം ഇടാനത്. അപ്പോൾ അലിഫ്ലാം വന്നു ജദീദിന്, മർഫുവായ ജദീദിന്. പിന്നെന്താണ്? ഏകവചനം. ബൈത്തു ഏകവചനമാണ്, അപ്പോൾ ജദീദും എന്തായി? ഏകവചനമായി. നമ്മൾ ബഹുവചനമായി ജുദുദുനല്ല ഇട്ടത്. ഓക്കെ. പിന്നെ ബൈത്തു ആണാണ്, അപ്പോൾ ജദീദും എന്തായി? ആണായി, മുദക്കർ. കാരണം ജദീദത്തുനാണ് പെണ്ണ്. അപ്പോൾ ആ ജദീദത്തൂന്ന് എഴുതാൻ പാടില്ല, അൽ ജദീദു. പിന്നെ ഏകവചനം. അപ്പോൾ 4 യോജിച്ചു. അലിഫ്ലാം, പിന്നെ ലമ്മത്തായതുകൊണ്ട് ലമ്മത്തായി, ഏകവചനമായതുകൊണ്ട് ഏകവചനമായി, പുല്ലിംഗായതുകൊണ്ട് പുല്ലിംഗായി. അപ്പം നായത്ത് മന്നൂത്തിനെ പിൻപറ്റും. ബൈത്തു ആണ് മന്നൂത്ത്. മന്നൂത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കണം അതിനെ വിശേഷിപ്പിക്കുന്ന നായത്ത്. ഇവിടെ ബൈത്തു ആണ് മന്നൂത്ത്, നായത്ത് ജദീദ്. അപ്പോൾ എല്ലാം 4 കാര്യങ്ങളും യോജിച്ച് പോകണം. ഇത് നമ്മൾ ബാറക്കല്ലാഹു ഫീക്കും പഠിച്ചതാണ്. ഹാമിദുൻ അൻതും ഫിൽ മദ്രസത്തി സാനവിയത്തി. നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണോ? നിങ്ങൾ സെക്കൻഡറി സ്കൂളിലാണോ? ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദർസിൽ. ബാറക്കല്ലാഹു ഫീക്കും.